ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന അരങ്ങേറ്റ ചിത്രമെന്ന നിലയിൽ മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ വളരെയധികം ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നല്ലോ പറോസ്. തിയേറ്ററുകളിൽ പ്രതീക്ഷിച്ച പോലെ ചിത്രത്തിന് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റ് പ്രകാരം ചിത്രം OTT-യിലേക്ക് റിലീസിന് വരുന്നു. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ കഴിഞ്ഞുപോയ ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് റിലീസായിട്ടായിരുന്നു ബറോസ് എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. റിലീസ് ചെയ്ത് 23 ദിവസങ്ങൾ കഴിയുമ്പോൾ ചിത്രത്തിന്റെ ഔദ്യോഗിക OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം OTT സ്ട്രീമിംഗ് നടത്തുക. കൂടാതെ ചിത്രത്തിന്റെ OTT റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ പുറത്തുവിട്ട അവരുടെ ഏറ്റവും പുതിയ പോസ്റ്ററിൽ പ്രകാരം ബറോസ് എന്ന സിനിമ കമ്മിങ് സൂൺ എന്ന് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായിരുന്ന മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് ലാലേട്ടൻ ബറോസ് എന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞുപോയ ഡിസംബർ 25-ാം തീയതി റിലീസ് ചെയ്ത ചിത്രത്തിന് തിയേറ്ററുകളിൽ ആദ്യ ദിവസം മുതൽ തന്നെ ശോഭിക്കാനായില്ല. വൻപൻ ബഡ്ജറ്റിൽ ഒരുക്കിയ ഈ ഒരു ചിത്രം 2024-ൽ ലാലേട്ടന്റെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിലൊന്നാണ്. എന്നാലും ഈ കൊല്ലം, അതായത് 2025, ലാലേട്ടൻ ആരാധകരെ സംബന്ധിച്ചും ലാലേട്ടനും വളരെയധികം പ്രതീക്ഷ നൽകുന്ന വർഷമാണ്. ഈ വരുന്ന ജനുവരി 30-ാം തീയതി ലാലേട്ടന്റെ ഏറ്റവും അധികം ഈ വർഷം പ്രതീക്ഷയുള്ള ചിത്രങ്ങളിലൊന്നായ തുടരുമെന്ന സിനിമ റിലീസ് ചെയ്യുകയാണ്. ഹിറ്റ് സിനിമകൾ മാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള തരുൺ മൂർത്തി എന്ന യുവ സംവിധായകനാണ് ആ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ആരൊക്കെയാണ് ബറോസ് എന്ന സിനിമയുടെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അടുത്തൊരു ലാലേട്ടൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.